വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത ധാരാളം ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ. ധാരാളം ആളുകൾക്ക് ഇത് എഫക്റ്റീവായതാണ്. ഇത് മുജറബായിട്ടുള്ള ധാരാളം ആളുകൾക്ക് ഇത് ചെയ്തിട്ട് വലിയ ഫലം ലഭിച്ച വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു അമലാണ്. ധാരാളം ചെറുപ്പക്കാര്, ധാരാളം സഹോദരിമാര് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നിരന്തരമായി നമ്മളുമായി ബന്ധപ്പെടാറുണ്ട്. അവർക്കൊക്കെ വീട്ടിലിരുന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമലാണ്. ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചാൽ, ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ എത്രയും പെട്ടെന്ന് ഒരു ഇണ അടുക്കുമെന്ന് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു മന്ത്രമാണ്. ഇതൊരു മന്ത്ര തകിടാണ്. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ഇത് എഴുതി സൂക്ഷിക്കുകയും ഈ ഒരു ദിക്റിനെ ചൊല്ലുകയും ചെയ്യാം. ഏതാണ് ആ ദിക്ർ, ഏതാണ് എഴുതി സൂക്ഷിക്കേണ്ട കളം ഏതാണ്, നമുക്കൊന്ന് പഠിച്ചാലോ. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ സകലമായ മുറാദുകളും നീ ഹസ്നാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൂർണ്ണീച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ചെറുപ്പക്കാര്, ധാരാളം സഹോദരിമാര് സങ്കടം പറയുന്നതാണ്. തങ്ങളെ കല്യാണപ്രായമെത്തി ഇതുവരെ ഒരു ഇണ അടുത്തിട്ടില്ല. ധാരാളം ഉമ്മമാര് സങ്കടം പറയാറുണ്ട്. ഞങ്ങളെ മരിക്കുന്നതിന് മുമ്പ്, ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് മക്കളെ കല്യാണം കണ്ടിട്ടൊന്ന് കണ്ണടഞ്ഞാൽ മതിയായിരുന്നു. വലിയ പൂതിയുണ്ട്, വലിയ ആഗ്രഹമുണ്ട്, അതൊന്ന് കണ്ട് കണ്ണടഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ധാരാളം ഉമ്മമാര്, സങ്കടം പറയുന്ന ധാരാളം സഹോദരന്മാര്, എല്ലാവരും നടന്ന്, നാട്ടിലുള്ള എല്ലാവരും നടന്ന്, ഞങ്ങളെ ചങ്ങായിമാര് നടന്ന്, എല്ലാ കാര്യങ്ങളും കൂടെ പഠിച്ചവരത്, ചങ്ങാതിമാരത്, എല്ലാ കാര്യങ്ങളും നടന്നു. ഞങ്ങളെ കാര്യം നടന്നിട്ടില്ല. വലിയ പ്രയാസത്തിലാണ്, വലിയ ഇടങ്ങേറിലാണ്. വയസ്സാണെങ്കിൽ കൂടിക്കൂടി വരികയാണ്, പ്രായമാണെങ്കിൽ ഓരോരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരികയാണ്. ഇതിന് ചെയ്യാൻ പറ്റിയ നല്ല എഫക്റ്റീവായിട്ടുള്ള മുജറബായിട്ടുള്ള ചെയ്തവർക്ക് വലിയ ഫലം കിട്ടുന്ന എന്തെങ്കിലും അമലുണ്ടോ? കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്യാത്ത കാര്യങ്ങളില്ല, ചൊല്ലാത്ത ദിക്റുകളില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള മന്ത്രമാണ്. ഈ മന്ത്രം ചൊല്ലിയിട്ട് എനിക്ക് തന്നെ ധാരാളം അനുഭവമുണ്ട്. എൻ്റെ അടുത്തേക്ക് തന്നെ ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ അവർക്ക് ചൊല്ലാൻ കൊടുക്കുന്ന ഒരു അത്ഭുത ദിക്റാണ്, അത്ഭുത മന്ത്രമാണ്. അതുമാത്രമല്ല, ഒരു കളം, നിങ്ങളെ വിവാഹം അടുത്ത് കിട്ടാൻ നിങ്ങൾ ഈ ഒരു കളം ഞാൻ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കൊടുക്കും. ഈ ഒരു കളം എഴുതി, അതായത് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട്, ഒരു A4 അല്ലെങ്കിൽ A4ന്റെ പകുതി എടുത്തിട്ട് അതിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു കളത്തെ കൊടുക്കാം. ഈ ഒരു കളത്തെ വരച്ച് അത് പേസിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടെത്തും. ഒന്നിരിക്കൽ നിങ്ങളെ പേസിൽ അല്ലെങ്കിൽ വിയർപ്പ് തട്ടിയ ഏതെങ്കിലും ഡ്രസ്സിൽ അത് സൂക്ഷിച്ചു വെക്കുക. ഈ ഒരു കളം, ഈ രണ്ട് കാര്യം ചെയ്താൽ മതി. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഒരു ഇണ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഹൈറായ, സ്വാലിഹത്തായ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളായ ഇണകൾ അടുക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന ഒരു കർമ്മമാണ്, ഒരു അമലാണ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് മുഅ്മിനീങ്ങളെ നീട്ടി വലിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് നഷ്ടപ്പെടുത്തുന്നില്ല. ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള
ദിക്ർ ഏതാണ്? ഈ ഒരു അത്ഭുത കളം ഏതാണ്? ഈ ഇസ്മിന്റെ കളം ഏതാണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതിന് മുമ്പ്, അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളുമായി ബന്ധപ്പെടുന്നവർ. തങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്, തങ്ങൾ പറയുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്, ജീവിതം വലിയ വഴിമുട്ടി പോയിരിക്കുകയാണ്, വലിയ കടത്തിലും വലിയ പ്രയാസത്തിലുമാണ്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലും ഭൂമിയിലും വലിയ പ്രയാസമുണ്ട്, ആ വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല, ആ ഭൂമിയിൽ താമസിക്കാൻ കഴിയുന്നില്ല, വലിയ അടങ്ങേറാണ്, അവിടെ പാർത്തത് മുതൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ അടങ്ങേറാണ്. ശൈത്വാനിയത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, പൈശാചികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, സിഹ്ർ സംബന്ധമായി ധാരാളം വർഷക്കാലം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ജീവിതം വഴിമുട്ടിപ്പോയ ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്? ഇനി എന്നാണ് ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കാണാൻ കഴിയുക? ഇനി ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഹൈർ നൽകണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് അള്ളാഹുവെ ഹൈറായി ഇണകളെ നീ അടുപ്പിക്കണം അല്ലാഹ്. ഹൈറായി ഇണകളെ നീ അടുപ്പിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ അത്ഭുതകരമായിട്ടുള്ള ദിക്ർ അമല് പറയാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ചെയ്യേണ്ട അമല് മക്കളാണോ ചെയ്യേണ്ടത്, ഞങ്ങളാണോ ചെയ്യേണ്ടത്? മകൻ വിദേശത്താണ്, അല്ലെങ്കിൽ മകൻ ജോലിക്ക് പോകുന്നതാണ്, അവനിതൊന്നും ചെയ്യൂല. എനിക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളിത് ചെയ്ത് എഴുതിയിട്ട് മകന്റെ പോക്കറ്റിലോ പേസിലോ അവനോട് വെക്കാൻ പറയാം. ഇനി അതൊന്നും അവൻ കൂട്ടാക്കണില്ല, ഇതൊന്നും അവൻ കൂട്ടാക്കണമെന്നില്ലെങ്കിൽ അവന്റെ വിയർപ്പ് തട്ടിയ ഡ്രസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആ ദിക്ർ ഏതാണ്? ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ഒരു ദിവസം 1200 പ്രാവശ്യം, അങ്ങനെ 12 ദിവസം. ഇതാണ് അതിന്റെ അതത്. എല്ലാ എങ്കിൽ ഇനി ഒരു അതതും കൂടി ഉണ്ട്. കല്യാണം അടുക്കുവോളം, എത്ര കാല അളവില്ല, അടുക്കുവോളം 12000 പ്രാവശ്യം ഒരു ദിവസം 12000 പ്രാവശ്യം ചൊല്ലുക. ഇതാണ് എഫക്റ്റീവായിട്ടുള്ള അമൽ. 12000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലേണ്ട ദിക്ർ യാ ബദീഅൽ അജാഇബി ബിൽ ഖൈരി യാ ബദീഅ. ധാരാളം ആളുകൾക്ക് അറിയുന്ന ഒരു ദിക്റാവാം, ചൊല്ലിയവരാവാം. ഇത് എഫക്റ്റീവ് ആവണമെങ്കിൽ ഈ ഒരു ദിക്റും ഈ ഒരു കളം, ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മിന്റെ കളവും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ, ഈ ഒരു കാര്യം കൂടുതലായിട്ട് എഫക്റ്റീവ് ആകും, കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത് ഫലം ചെയ്യും. എത്ര പ്രാവശ്യം? 1200 പ്രാവശ്യം. 12000 പ്രാവശ്യം ഞങ്ങൾക്ക് ചൊല്ലാൻ കഴിയൂല എങ്കിൽ 1200 പ്രാവശ്യം വെറും 12 ദിവസം വെച്ച്. എല്ലാ എങ്കിൽ 12000 പ്രാവശ്യം യാ ബദിയൽ അജാഇബി ബിൽ ഖൈരി യാ ബദിയ എന്ന ഈ ഒരു ദിക്ർ 12 ദിവസം വെച്ച് 1200 പ്രാവശ്യം, അല്ലെങ്കിൽ 12000 പ്രാവശ്യം. മകൻ ചെല്ലുന്നില്ല എങ്കിൽ ഏറ്റവും നല്ലത് മകൻ ചൊല്ലലാണ്. ആർക്കാണോ എടുക്കേണ്ടത് അയാൾ ചൊല്ലലാണ്. എല്ലാ എങ്കിൽ മാതാവിന് ചൊല്ലാം, അല്ലെങ്കിൽ പിതാവിന് ചൊല്ലാം. പിന്നെ നിങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ട കളം ഈ ഒരു കളം. ഞാൻ ഈ കൊടുത്ത ഈ ഒരു കളം, ഇതൊന്നും ഞങ്ങൾക്ക് എഴുതാൻ കഴിയൂലല്ലോ, ഇതൊന്നും എഴുതാൻ കഴിയുന്നില്ല. കൂടുതലായിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. അതും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആരെങ്കിലും അറിയുന്ന കുട്ടികളോട് കൊണ്ടോ അല്ലെങ്കിൽ ആരെ കൊണ്ട് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു A4 ഷീറ്റ് എടുത്ത് എഴുതാം. അത് എഴുതാനും കഴിയുന്നില്ല, അത് എഴുതാൻ പറ്റിയ കുട്ടികളും ഇല്ല, ആരുമില്ല എന്ന് പറയുന്നവര് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന കടയിൽ പോയിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാം.
അത് നമുക്ക് കഴിയല്ലോ. ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോ ആക്കി നമ്മളെ ഫോണിൽ വെച്ചാൽ അത് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവരിത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അത് നിങ്ങൾ അതേ രൂപത്തിൽ ബാക്കിയുള്ള വാക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു കളം മാത്രം കട്ട് ചെയ്തെടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോഴാണ് പറയുന്നത്, അത് മാത്രം കട്ട് ചെയ്തെടുത്ത് അത് മടക്കുന്ന 3 മടക്കായി വെക്കുക. 2, 3 മടക്കായിട്ട് ഒന്നിരിക്കൽ അവന്റെ വിയർപ്പ് തട്ടിയ വസ്ത്രത്തിൽ, അല്ലെങ്കിൽ അവന്റെ പേഴ്സിൽ, അല്ലെങ്കിൽ അവന്റെ പോക്കറ്റിൽ വെക്കുക. ആർക്കാണ്? അവളാണെങ്കിലും അവനാണെങ്കിലും. നിങ്ങൾക്ക് മകനാണ് കല്യാണം നടക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ വെക്കുക, അല്ലെങ്കിൽ വസ്ത്രത്തിൽ വെക്കുക, അല്ലെങ്കിൽ മകൾക്കാണെങ്കിൽ മകളുടെ വസ്ത്രത്തിലോ, അല്ലെങ്കിൽ അവളുടെ പേഴ്സിലോ, അല്ലെങ്കിൽ അവൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഏത് വസ്തുവാണെങ്കിലും ഫോണിന്റെ, ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ തകിടൊക്കെ കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് ഫോണിന്റെ പൗച്ചിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമോ? വെക്കാം. ഇത് ബാത്റൂമിലേക്കോ ടോയ്ലറ്റിലേക്കോ കൊണ്ടുപോകുന്നത് പ്രയാസമുണ്ടോ? അത് പ്രയാസമില്ല. എങ്ങനെയാണ്, എപ്രകാരമാണോ നമ്മുടെ ഫോൺ ടോയ്ലറ്റിലേക്കും ബാത്റൂമിലേക്കും നമ്മൾ കൊണ്ടുപോകുന്നത്? ചിലപ്പം ഫോണിൽ ആപ്പ് ഉണ്ടാവാം, ഖുർആന്റെ ആപ്പ് ഉണ്ടാവാം ഫോണിൽ. അത് നമ്മൾ ടോയ്ലറ്റ് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതിനൊക്കെ മസ്അല വേറെയാണ്. ഒരിക്കലും അതുകൊണ്ടൊന്നും പ്രയാസമില്ല. നമുക്ക് കൊണ്ടുപോകാം, തകിട് കൊണ്ടുപോകാം, എഴുതിയത് നമുക്ക് കൊണ്ടുപോകാം, ഒരു പ്രയാസമില്ല ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ഈ വിവാഹം നടക്കാനിരിക്കുന്ന ആള്, അത് പെണ്ണായാലും ആണാണെങ്കിലും ശ്രദ്ധിച്ചു കേട്ടോ, എപ്പോഴും നിരന്തരമായിട്ട് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ചൊല്ലാം. ഏതാണ്? യാ ഹയ്യു യാ ഖയ്യൂം. ഈ ഒരു ദിക്റിനെ പതിവാക്കുക. നടക്കാനിരിക്കുന്ന ആള് യാ ഹയ്യു യാ ഖയ്യൂം. 3 കാര്യങ്ങൾ. യാ ബദിയൽ അജാഇബി ബിൽ ഖൈരി യാ ബദിയ. ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, പഴച്ചു പോകണ്ടെന്ന് വെച്ചിട്ടാണ്, മറന്നു പോകണ്ട എന്ന് വെച്ചിട്ടാണ് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. യാ ബദിയൽ അജാഇബി ബിൽ ഖൈരി യാ ബദിയ എന്ന് ഈ ഒരു ദിക്റിനെ 1200 പ്രാവശ്യം, ചുരുങ്ങിയത് എല്ലാ എങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേഗം എടുക്കണമെങ്കിൽ 12,000 പ്രാവശ്യം ചൊല്ലുക ഒരു ദിവസം. അത് സുബഹിക്കാണെങ്കിലും ഇശാ മഗ്രിബിന്റെ ഇടയിലാണെങ്കിലും ളുഹറിന് ശേഷമാണെങ്കിലും അസറിന് ശേഷമാണെങ്കിലും മഗ്രിബിന്റെ ശേഷമാണെങ്കിലും നിങ്ങൾ ചൊല്ലാം. അല്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദിക്റിനെ 12,000 പ്രാവശ്യം ചൊല്ലാം. 12,000 പ്രാവശ്യം. പിന്നീട് ഞാൻ ഈ കൊടുത്ത ഈ ഒരു ഇസ്മിന്റെ കളം ഒന്നിരിക്കൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് ആ ആകൃതിയിൽ വെട്ടിയിട്ട് 3 മടക്കായിട്ട് പേഴ്സിലോ അല്ലെങ്കിൽ കീശയിലോ അല്ലെങ്കിൽ വിയർപ്പ് തട്ടിയ വസ്ത്രത്തിലോ സൂക്ഷിക്കാം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് യാ ഹയ്യു യാ ഖയ്യൂം. മകനാണെങ്കിൽ മകനോട് ചെല്ലാൻ പറയും, എപ്പോഴും യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ചൊല്ലാൻ പറയും. മകളാണെങ്കിൽ മകളോട്. ആർക്കാണോ ഇണ അടുത്ത് കിട്ടേണ്ടത്, ചിലപ്പോൾ തടസ്സങ്ങൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സം വെച്ചത് അവന്റെ മകൾക്ക് കിട്ടണ്ട, അല്ലെങ്കിൽ അവന്റെ മകൻ കല്യാണം കഴിക്കണ്ട, അവനിങ്ങനെ മൂത്ത് നരച്ചു പോട്ടെ. ചില ആളുകൾക്കൊക്കെ അസൂയായിരിക്കും, എന്റെ മകൻ ഇവിടെ കല്യാണം കഴിക്കാതിരിക്കല്ലേ, അതുകൊണ്ട് അവന്റെ മകനും കല്യാണം കഴിക്കണ്ട, അല്ലെങ്കിൽ എന്നോട് ഇത്രയും പ്രയാസങ്ങൾ അന്ന് കാട്ടിയതല്ലേ, അവന്റെ മകൻക്ക് കല്യാണം കിട്ടണ്ട, ആരെങ്കിലും തടസ്സം വെച്ചതാണെങ്കിൽ ആ ഒരു തടസ്സമായിരിക്കും അവന്റെ ജീവിതത്തിൽ. അത് തടസ്സങ്ങൾ നീക്കുക തന്നെ ചെയ്യേണ്ടി വരും. തടസ്സം ഉണ്ടെങ്കിൽ അത് അതിന്റെ രീതിയിൽ നീക്കുക തന്നെ ചെയ്യേണ്ടി വരും. എല്ലാ എങ്കിൽ ഇങ്ങനെയുള്ള അമല് ചെയ്ത് ഇൻഷാല്ലാഹ് എത്രയും പെട്ടെന്ന് അടുപ്പിക്കുക. അല്ലാഹു നല്ലൊരു സ്വാലിഹത്തായ ഇണകൾ അല്ലാഹു ഞങ്ങളെ പൊന്നുമക്കൾക്ക് നീ അടുപ്പിക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ അടുപ്പിച്ചു തരണേ അല്ലാഹ്. അടുപ്പിച്ചു തരണേ തമ്പുരാനെ. ധാരാളം ആളുകൾ സങ്കടം പറയാറുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മായി സമീപിക്കുന്നത് ഇത്തരം വിഷയങ്ങളാണ്. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ അമലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ആരെല്ലാമാണോ ഈ അമൽ ഏറ്റെടുത്തത്, അല്ലാഹു നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. നീ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യുക. ചെറിയ കാര്യമാണ്, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. എല്ലാവരും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ ഈ സയ്യിദിയ മജ്ലിസിൽ 5:30
40-നായിരുന്നു, ഇപ്പൊ 45-45-നാണ്. 45-നാണ് നമ്മളെ മജ്ലിസ്. കാരണം സുബ്ഹി ഇങ്ങോട്ട് അടുത്തു വന്നതുകൊണ്ട്, സമയം അടുത്തു വന്നതുകൊണ്ട് നമുക്ക് 5:45-നാണ് നമ്മളെ മജ്ലിസ്. എല്ലാവരും നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുക. ധാരാളം ആളുകളുടെ മുറാദുകൾ ഹസിലായി, വിവാഹം നടക്കാത്തവരുടെ വിവാഹങ്ങൾ നടന്നു കിട്ടി, അവരുടെ പ്രയാസങ്ങൾ മാറി, അവരുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങി. എത്ര കേസുകളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.